ഹായ്, ഈ 30-ാം തീയതി ബ്രാൻഡ് ന്യൂ ഡേ റിലീസ് ആവുന്നതിന് മുമ്പ് MCയുടെ 8 മുഴുവൻ കഥയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ടു എപ്പിസോഡ് 3 ഫാർ ഫ്രം ഹോം. സോ ഇൻഫിനിറ്റി വാറിൽ ബ്ലിപ്പായ പീറ്റർ 5 വർഷങ്ങൾക്ക് ശേഷം എൻഡ് ഗെയിമിലൂടെ തിരിച്ചു വരികയും ആ സെയിം ബാറ്റിൽ തന്നെ അയൺമാൻ ഒരു സെൽഫ് സാക്രിഫൈസ് ചെയ്ത് ലോകത്തെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. സോ അയൺമാന്റെ മരണത്തിന് ശേഷം തനിക്കൊരു മെന്ററോ ഒരു സഹായം ചോദിക്കാൻ ഒരാളോ ഇല്ലാത്തതിന്റെ വിഷമം പീറ്ററിനുണ്ട്. തൽക്കാലം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായി ഈ സൂപ്പർ ഹീറോ സ്റ്റഫിനെല്ലാം അവധി കൊടുത്തിട്ട് ആന്റിയുടെ നിർദ്ദേശപ്രകാരം തന്റെ കോളേജിൽ നിന്നുള്ളൊരു യൂറോപ്യൻ ട്രിപ്പിൽ പീറ്റർ പങ്കെടുക്കുകയാണ്. സോ അപ്പോൾ തന്നെ തന്റെ പുതിയ ക്രഷ് ആയിട്ടുള്ള MJയെ യൂറോപ്പിൽ വെച്ച് പ്രപ്പോസ് ചെയ്യണമെന്നും പീറ്ററിന് ആഗ്രഹമുണ്ട്. താൻ മരിച്ചാലും ലോകം സേഫ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ച ടോണി ഒരുപാട് ഡ്രോണുകളുടെ വലിയൊരു ആർമി തന്നെ സ്പേസിൽ റെഡിയാക്കി വെച്ചിരുന്നു. അതിന്റെ കൺട്രോൾ മുഴുവൻ ഈടുത്തുന്ന ഒരു AI ഏൽപ്പിക്കുകയും ആ AI തന്നെ ഗ്ലാസിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. ആ ഒരു ഗ്ലാസ് ആണ് ഇപ്പോൾ പീറ്ററിനായി കിട്ടിയിരിക്കുന്നത്. അത് ഒരു വഴിക്ക് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ലോകത്തിന്റെ പല സൈഡിലായിട്ട് എലമെന്റൽസ് എന്ന് പറയുന്ന ചില മോൺസ്റ്റേഴ്സ് അറ്റാക്ക് നടക്കുന്നത്. ജനങ്ങളെ സഹായിക്കാൻ ഒരു സൂപ്പർ ഹീറോയും മുന്നോട്ട് വരാത്ത സമയത്ത് ക്വിന്റൻ ബേക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്റെ സൂപ്പർ പവേഴ്സ് ഉപയോഗിച്ച് എലമെന്റൽസിനെ ഡിഫീറ്റ് ചെയ്യുകയും ഒരുപാട് ആളുകളെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. സോ ഇയാളുടെ ഈ സൂപ്പർ പവേഴ്സ് കണ്ട് ജനങ്ങൾ ഇയാൾക്ക് ഒരു പേര് കൊടുക്കുകയാണ് മിസ്റ്റീരിയോ. അപ്പോഴാണ് ഷീൽഡിന്റെ ഡയറക്ടറായ നിക് ഫ്യൂരി സ്പൈഡർമാനെ കാണാൻ വരുന്നത്. അവരോട് മിസ്റ്റീരിയോ അസിസ്റ്റ് ചെയ്യാനായി ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. സോ ഇവർ തമ്മിലുള്ള സംസാരത്തിന്റെ ഇടയ്ക്ക് താൻ വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്നും തന്റെ പ്ലാനറ്റിനെ നശിപ്പിച്ച എലമെന്റൽസ് ഇപ്പോൾ ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും തനിക്ക് ഭൂമിയെ രക്ഷിക്കണമെന്നും മിസ്റ്റീരിയോ പീറ്ററിനോട് പറയുകയാണ്. സോ അതിനുശേഷം ഇവർ ഒന്നിച്ചൊരു വലിയ എലമെന്റലിനെ നശിപ്പിക്കുകയാണ്. ആ സമയത്ത് പീറ്ററിന് തോന്നുകയാണ് മിസ്റ്റീരിയോയും ടോണി സ്റ്റാർക്കും ചിന്തിച്ചിരുന്നത് ഒരേ വഴിക്കാണെന്ന്. അതുകൊണ്ട് തന്നെ തന്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്ലാസ് മിസ്റ്റീരിയോയുടെ കയ്യിലിരുന്നാൽ അതുകൊണ്ട് അവന് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതി പീറ്റർ ഈ ഗ്ലാസ് മിസ്റ്റീരിയോയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ശേഷമാണ് പീറ്ററിന് സത്യങ്ങൾ മനസ്സിലാവുന്നത്. ക്വിന്റൻ ഒരിക്കലും ഒരു ഏലിയനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നൊരു സൂപ്പർ ഹീറോയോ ആയിരുന്നില്ല. പുള്ളി ടോണി സ്റ്റാർക്കിന്റെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സയന്റിസ്റ്റ് മാത്രമായിരുന്നു. താൻ കണ്ടുപിടിച്ച വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോളോഗ്രാം ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും അത് ടോണി സ്റ്റാർക്കിന്റെ ഡ്രോൺ ആർമിയുമായിട്ട് കൂട്ടിച്ചേർത്ത് ലോകത്തെ കൺട്രോൾ എടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. തന്നെ അവൻ പറ്റിച്ചു എന്ന് മനസ്സിലായ സ്പൈഡർമാന് ദേഷ്യം വരികയാണ്. സോ അതിനെ തുടർന്ന് സ്പൈഡർമാൻ വേഴ്സസ് മിസ്റ്റീരിയോ ഒരു ഫൈറ്റ് നടത്തുകയും മിസ്റ്റീരിയോയുടെ ഇല്യൂഷൻസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ കൺഫ്യൂസ് ആവുന്ന സ്പൈഡർമാനെ മിസ്റ്റീരിയോ ഒരു ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിടുകയും ചെയ്യുകയാണ്. അവിടുന്ന് വളരെ കഷ്ടിച്ച് രക്ഷപ്പെട്ട സ്പൈഡർമാനെ അയൺമാന്റെ വലം കൈയായിട്ടുള്ള ഹാപ്പി സേവ് ചെയ്യുകയും തുടർന്ന് ഹാപ്പി ആയിട്ട് നടത്തുന്ന സംഭാഷണത്തിൽ സ്പൈഡർമാൻ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. എനിക്ക് ഒരിക്കലും അടുത്ത അയൺമാൻ ആവാൻ സാധിക്കില്ല, പക്ഷേ എനിക്ക് ആദ്യത്തെ സ്പൈഡർമാൻ ആവാൻ സാധിക്കുമെന്ന്. സോ ഹാപ്പിയുടെ സഹായത്തോടെ ഒരു സൂട്ട് റെഡിയാക്കി ലണ്ടനിലേക്ക് നിന്ന് സ്പൈഡർമാൻ മിസ്റ്റീരിയോയുടെ ഇല്യൂഷൻസിനെതിരെ തന്റെ സ്പൈഡർ പവേഴ്സ് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുകയാണ്. സോ ഒരുപാട് ടെക്നോളജീസും ഇല്യൂഷൻസിനെതിരെ കണ്ണടച്ച് തന്റെ സ്പൈഡർ സെൻസിനെ മാത്രം വിശ്വസിച്ച് ഫൈറ്റ് ചെയ്യുന്ന സ്പൈഡർമാൻ മിസ്റ്റീരിയോയെ കീഴ്പ്പെടുത്തുകയും അതിനെ തുടർന്ന് സ്വന്തം തോക്കിൽ നിന്ന് തന്നെ വെടിയേറ്റ് മിസ്റ്റീരിയോ മരിക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് തന്നെ തന്റെ ക്രഷിനോട് പ്രണയം തുറന്നു പറയുന്ന സ്പൈഡർമാനെ അവിടെ സ്വീകരിക്കുകയും സ്പൈഡർമാൻ MJ കോംബോ ഉണ്ടാവുകയും ചെയ്യുകയാണ്. അത് അവർ ഇതുവരെ വിട്ടിട്ടില്ല. ഇതോടെ എല്ലാം നന്നായി എന്ന് കരുതിയിരുന്ന സ്പൈഡർമാൻ്റെ ഒരു ഇടുത്തി പോലെയാണ് ന്യൂസ് വരുന്നത്. താൻ മരിക്കുന്നതിന് മുമ്പ് സ്പൈഡർമാനാണ് പീറ്റർ പാർക്കർ എന്നുള്ള രഹസ്യം ഒരു വീഡിയോയുടെ രൂപത്തിൽ മിസ്റ്റീരിയോ ലോകത്തോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തനിക്കും തന്റെ ചുറ്റുമുള്ളവർക്കും അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ രഹസ്യം ഇപ്പൊ ലോകത്തിൽ മൊത്തം അറിയാമെന്ന് തിരിച്ചറിഞ്ഞ് പീറ്റർ പാർക്കർ ഞെട്ടി നിൽക്കുന്നിടത്താണ് സിനിമ തീരുന്നത്. സോ ഈ ഒരു അപകടത്തെ ഒഴിവാക്കാനായി പീറ്റർ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഒരു വലിയ സിനിമയ്ക്കുള്ള കഥയാണ്. അതാണ് നമ്മുടെ അടുത്ത ഫൈനൽ ചാപ്റ്റർ സ്പൈഡർമാൻ നോ വേ ഹോം. സോ മുൻപുള്ള സിനിമകൾ കാണാത്തതുകൊണ്ട് മാത്രം ബ്രാൻഡ് ന്യൂ ഡേക്ക് വരാതിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനും കൂട്ടുകാരിക്കും ഈ റീൽ അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.